ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴൊന്നും അല്ല, കുറേ നാളായി. ഒരു സൺഡേ ഞങ്ങളിങ്ങനെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മക്കളുള്ള വീടുകളിൽ പൊതുവേ എല്ലാവരും കാണുന്നതാണ് ഈ ഒരു കാർട്ടൂൺ. പെപ്പാ പിഗ് എന്ന് പറയും. അപ്പോൾ ആ പെപ്പാ പിഗിൻ്റെ കാർട്ടൂണിൻ്റെ അവരുടെ ടീംസ് നടത്തുന്ന ഒരു സ്റ്റേജ് ഷോ പോലത്തെ ഒരു പ്രോഗ്രാം ഇവിടെ ചെന്നൈയിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലായിരുന്നു ബുക്കിംഗ് ഒക്കെ. അപ്പോൾ ഇതൊരു സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൻ്റെ പേരൊക്കെ മറന്നുപോയി, കുറേ നാളായി. അപ്പോൾ എനിക്ക് ഏതാണ് ഈ സ്ഥലം എന്നുള്ളതും പേരും എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വന്നതാണ്. ഹസ്ബൻഡ് ഇത് ഒരു മാസം മുന്നേ എന്തോ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയതാണ്. അപ്പോൾ ആമി ചെറിയ പ്രായം തൊട്ടേ ഇതുപോലെ മാഷയും പെപ്പാ പിഗും ഒക്കെയാണ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ എല്ലാ കുട്ടികളും പെപ്പാ പിഗ് കാണാത്ത കുട്ടികൾ ആരും തന്നെ കാണത്തില്ലല്ലോ. എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ പെപ്പാ പിഗ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൂൺ. അപ്പോൾ ആമി ഇതുപോലെ ഈ നമ്മുടെ നിക് ജൂനിയർ ചാനലിൽ ഇങ്ങനെ മുംബൈയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഷോ ഉണ്ടെന്ന് പറയുമ്പോഴേ കൊച്ചിലേ അവളിങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഭയങ്കര വാശി കാണിക്കുമായിരുന്നു, അവളെയും കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അന്നേ പറയുമായിരുന്നു ഇതുപോലെ ഇങ്ങനെ ചെന്നൈയിൽ വരുവാണെങ്കിൽ മോളെ കൊണ്ടുപോവാന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നതാണ്. അപ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഷോ നടത്തുന്നത്. അങ്ങനെ ഞങ്ങളും പോയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. 10:30 ആയപ്പോൾ അവിടെ ഷോ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10:30 മുതൽ 12 മണി വരെ ആയിരുന്നു ഷോ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ കാർട്ടൂണിൻ്റെ അതേപോലത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ് അവരവിടെ കാഴ്ചവെച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ മ്യൂസിക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് ലൈവ് വോയിസ് ഒന്നും ഇടാത്തത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുഞ്ഞു മക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമി പൊതുവേ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്ന ഒരാളല്ല കേട്ടോ ആമി. പുറത്ത് പോയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവളിങ്ങനെ ഭയങ്കര സൈലൻ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന മ്യൂസിക്കും ഓഡിയൻസായിട്ട് അവർ ചെയ്യുന്ന ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിനി ഇങ്ങനെ ഒരു ഇത് ചെന്നൈയിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. കൂടുതലും നോർത്തിലാണ് കൂടുതൽ നടക്കുന്നത്. മുംബൈയിലാണ് ഇവർ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും. നാട്ടിലിനി എപ്പോഴെങ്കിലും വരുമോ എന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങളിത് വരുന്നുണ്ടെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ മക്കളെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. നല്ല രസമാണ് കാണാനായിട്ട്. ഈ കാർട്ടൂൺ വീട്ടിൽ ഇതുപോലെ എപ്പോഴും ടി വിയിലും ആമി ഇത് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്കും ഭയങ്കര പരിചയമാണ്. നമ്മളിങ്ങനെ ഓരോ സ്റ്റോറി പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നതൊക്കെ. ഡെയിലി ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാർട്ടൂണാണ്. കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാ കുട്ടികൾക്കും. അങ്ങനെ നമ്മൾ അവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൾക്ക് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാതെ ഇരുന്നത്. കുട്ടികൾക്ക് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ഇതിൽ നിന്ന് പഠിക്കാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആമിയെ കൊണ്ട് ഞങ്ങളിങ്ങനെ കാർട്ടൂൺ ഫിലിമൊക്കെ കാണാനായിട്ട് കൊണ്ടുപോകും, ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഇത് കാണുന്നതൊന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ പിന്നെ കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സാധാരണ കാണുന്ന വലിയ ആൾക്കാരുടെ സിനിമയെക്കാളും ഒരുപാട് കഥയും മോറൽ വാല്യൂ ഒക്കെ ഉള്ളതാണ് കുട്ടികളുടെ കാർട്ടൂൺ എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇപ്പം ഞാനും ഹസ്ബൻഡും മോളും തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമയൊക്കെ കാണാറുണ്ട്. ഇതുപോലത്തെ ആമിയുടെ സിനിമയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. രാവിലെ തന്നെ ആമി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പനിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് കമൻസൊക്കെ ധാരാളം വരുന്നുണ്ട്. ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കണം, അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം, ചൂടുവെള്ളം ഒരുപാട് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്ക് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഓക്കെ ആയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കേട്ടോ കടന്നു
പോയത്. ഞാനിങ്ങനെ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി തോന്നുമായിരിക്കും അല്ലേ? പക്ഷെ എന്നാലും ഏതൊരു അനുഭവവും നമ്മൾ അനുഭവിക്കുമ്പോഴാണല്ലോ അതിൻ്റെ തീവ്രത മനസ്സിലാവുന്നത്. മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല, പക്ഷെ നമുക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു വേദനയുടെ ആഴമൊക്കെ മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ, എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പതറിപ്പോവും. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മളങ്ങ് നിന്ന് പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ പനിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുറേ സങ്കടങ്ങൾക്കൊക്കെ ശേഷം കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണെന്ന്. അപ്പം ഞാൻ എന്തായാലും ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്, ഇന്ന് മുതൽ നടക്കാനായിട്ട് പോകണമെന്ന്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, ഓഫീസിൽ പോകണം. അതുകൊണ്ട് പുള്ളിക്ക് എന്നെ രാവിലെ നടക്കാനായിട്ട് പാർക്കിലൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരോട്ടാണ് പാർക്കൊക്കെ ഉള്ളത് കേട്ടോ, കുറച്ച് വണ്ടിയിൽ പോകേണ്ട ദൂരമുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിലേ പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചു നമ്മുടെ ടെറസിൻ്റെ മേലെ പോയി നടക്കാമെന്നുള്ളത്. കാരണം ഇനി നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ച് നടക്കാനൊക്കെ പോകുമായിരുന്നു. ന്യൂ ഇയർ തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നടത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് മടി തന്നെയാണ് കാരണം മെയിനായിട്ട്. പിന്നെ ഇപ്പം എന്തായാലും ഞാൻ ദൃഢനിശ്ചയത്തോടു കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ ടെറസിൻ്റെ മേലെങ്കിലും പോയിട്ട് ഡെയിലി ഒരു 1 ഹവറെങ്കിലും നടക്കണമെന്നുള്ളത്. ശരിക്കും നമ്മൾ പാർക്കിലും പുറത്ത് റോഡിലൊക്കെ പോയി നടക്കുന്ന പോലെയൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പനി വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു കോൺഷ്യസ് ആയിരിക്കുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ എത്രയൊക്കെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നെന്ന് പറഞ്ഞാലും ശരീരത്തിനൊരു എക്സസൈസ് വേണം എപ്പോഴും. പ്രത്യേകിച്ച് നടത്തമെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ എന്തായാലും ഞാൻ അതുകൊണ്ട് ടെറസിൻ്റെ മേലെ വന്ന് നടക്കാമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് കുറേ നേരം നടന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ടെറസിലൊക്കെ ഇരിക്കാനായിട്ട്. കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്, ഏകദേശം 1-1.5 മാസത്തോളം ആയി മേലോട്ട് കയറിയിട്ട്. അപ്പോൾ ചെടികളെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി. കുറേ നേരം ഞാനിവിടെ ഇരുന്ന് കേട്ടോ. ഹസ്ബൻഡ് രാവിലെയാണ് വന്നിട്ടുള്ളത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ പുള്ളി കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇനി താഴെ പോയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് പനിക്കൂർക്കയും തുളസിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പനിയൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇതുപോലെ പനിക്കൂർക്കയും തുളസിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കുളിക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് ഇലയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആമിക്കും സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും കുളിപ്പിക്കാനായിട്ട് ഈ വെള്ളം തന്നെ, ഇത് ഇലയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ താഴേക്ക് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ആമിക്ക് സ്കൂളിൽ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ രസവും പൊട്ടറ്റോ ഫ്രൈയും ഒക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊന്നും കഴുകാതെയാണ് ഞാൻ ടെറസിലേക്ക് കയറിയത് കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചു. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പെറുക്കി കഴുകുന്നുണ്ട്. ഭയങ്കര മടിയാണ് കുറച്ച് ദിവസമായിട്ട് ജോലികൾ ചെയ്യാനായിട്ട്. ഈ അസുഖമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു മടി തോന്നും. പിന്നെ അങ്ങോട്ട് ആ ഒരു ബാക്ക് ടു ഫോമിലോട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. നല്ല എനർജറ്റിക്കായിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു എനർജി അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ വയ്യാത്ത കാര്യവും പനിയുടെ കാര്യവും കുറച്ച് അധികം തന്നെ വാചാലയായി സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് നമ്മുടെ സബ്സ്ക്രൈബർ നീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയതുപോലെ നല്ല ആക്റ്റീവായിട്ട് ഇനി കാണണമെന്ന്. ശരിക്കും എനിക്ക് ആ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ കമൻറ്റും ഓരോരുത്തരും ഇടുന്ന കമൻറ്റ്, അപ്പോൾ എന്നെ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവും കൂടിയാണല്ലോ അത്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും ആ ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും വീട്ടിൽ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ എപ്പോഴും അങ്ങനെ കിടക്കുന്നത് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാനങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ ടൈപ്പായിട്ട് അങ്ങനെ ഞാൻ ഇരിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. എന്നെക്കൊണ്ട് എത്ര വയ്യെങ്കിലും, എനിക്ക് തീരെ പറ്റില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പനി വന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
തിരികെ ആ ഒരു നമ്മുടെ സ്പീഡിലേക്ക് കാര്യങ്ങൾ ചെയ്ത് വരാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ തന്നെ സ്വയം സെൽഫ് മോട്ടിവേഷനൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇങ്ങനെ ഇരുന്നാൽ ഇനി പറ്റില്ല, നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ കുക്കിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസൊക്കെ ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഈ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും ആകെ അങ്ങോട്ട് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കിച്ചണിൽ കയറാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഒരു ഭയങ്കര ഒരു വലിച്ചു വാരി ഇട്ടേക്കുന്ന ഒരു ഫീല്. പ്രത്യേകിച്ച് ആ ഒരു ഫ്രിഡ്ജിൻ്റെ പോർഷൻ നോക്കിയേ നിങ്ങൾ, ആ ഒരു ഭാഗത്തൊക്കെ കുറേ ബക്കറ്റും കാര്യങ്ങളും ഒക്കെ എനിക്കങ്ങ് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. വീടിനുള്ളിൽ വലിച്ചു വാരി ഇട്ടേക്കുന്ന കണ്ടാൽ എനിക്ക് എപ്പോഴും എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ വയ്യാതിരിക്കുന്ന സമയത്ത് അത്രയ്ക്കും അങ്ങോട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും ഉണ്ട് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും എല്ലാം ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ കയറി വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിനുള്ളിൽ ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നില്ല, അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെജിറ്റബിൾ ബോക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പനിയുടെ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള വെജിറ്റബിൾ ബോക്സാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ എടുത്ത് നീറ്റായിട്ട് ഞാൻ അകത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തുടച്ചിട്ടിട്ടാണ് ഫ്രിഡ്ജ് തലേ ദിവസം അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഫ്രിഡ്ജിനകത്തൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, ബാക്കി പോർഷനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. മെയിനായിട്ട് ഇവിടെ ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഉറുമ്പ് പോകാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ആരെങ്കിലും. ഞാൻ പല പണിയും പഠിച്ച പടി 18 നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ല. DDT പൗഡർ ഇടാനോന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ കിച്ചണിലായ കാരണം കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരത്തിലൊക്കെ ആവുമല്ലോ, അതുകൊണ്ട് എനിക്കൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ ഹിറ്റിൻ്റെ സ്പ്രേ ഇരിപ്പുണ്ട്, അതടിക്കാനും എനിക്ക് പേടിയാണ്. കാരണം ഈ സ്റ്റൗ ഒക്കെ ഇരിക്കുന്നത് കൊണ്ടില്ലേ അത്ര സേഫ് അല്ല അത്. അങ്ങനെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ചുവരിലൊക്കെ ഒരുപാട് ഉറുമ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, വീഡിയോയിൽ കാണാൻ പറ്റില്ല, അടുത്തോട്ട് പോയി നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് മുന്നേ തന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന വെള്ളമൊക്കെ ഞാൻ തലേ ദിവസം ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെടുത്ത് കളഞ്ഞില്ല. അങ്ങനെ അതൊക്കെ എടുത്തൊന്ന് ആദ്യം കളഞ്ഞു. അതിനുശേഷം ഫ്രിഡ്ജിങ് ഫ്രണ്ടിലോട്ടേക്ക് നീക്കി വെച്ചു. നീക്കി എപ്പോഴത്തേനും കൊണ്ട് ഇഷ്ടം പോലെ ചിലന്തി വലയാണ്, മാറാല ഇഷ്ടം പോലെ അടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നത് കൊണ്ട്, ഉള്ളിലേക്ക് വെച്ചേക്കുന്നതുകൊണ്ടില്ലേ നമുക്കറിയാൻ പറ്റില്ല എന്തുമാത്രം അഴുക്കും പൊടി ഇതിൻ്റെ ഇടയിലുണ്ടെന്ന്. മെയിനായിട്ട് ഡസ്റ്റ് കയറിയാൽ നമുക്ക് അസുഖങ്ങൾ മാറത്തില്ല കേട്ടോ, പെട്ടെന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൻ്റെ പുറത്തിട്ടേക്കുന്ന ഈ ഒരു മാറ്റ് കണ്ടോ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഇത് ഞാൻ എപ്പോഴും ശരവണയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു 200 രൂപയോ മറ്റോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന്. അപ്പോൾ ഇത് വർഷങ്ങളായി, എനിക്കത് കളയാനായിട്ട് തോന്നുന്നില്ല. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്, ബ്ലൂ കളറ്. അപ്പോൾ ഞാൻ എന്തായാലും അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തോട്ട് എടുക്കുന്നില്ല. കൂടുതലായിട്ടും കറണ്ട് ബില്ല്, ഗ്യാസിൻ്റെ ബില്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും അതിൻ്റെ അറകളിൽ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സൈഡിലൊരു ഗ്ലാസ് ഷെൽഫ് വരുന്നുണ്ടല്ലോ, അതിൽ എപ്പോഴും ഇഷ്ടംപോലെ പൊടി അടിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഒന്നും ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും പൊടിയോ അഴുക്കൊക്കെ ആവാറുണ്ട്. അതുകൊണ്ട് എന്തായാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. ഞാൻ കുറച്ച് കോളിൻ സ്പ്രേ ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ ഡസ്റ്റർ യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് പൊടിയൊക്കെ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെയല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് പൊതുവേ മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരം കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒന്നും വരില്ല എന്നുള്ളൊരു ഒരു ഓവർ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കാണും നമുക്ക്. പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ കിടപ്പായി പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ
ജീവിതത്തിൽ നമ്മുടെ വില തന്നെ തിരിച്ചറിയുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഈ പനിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇതിന് മുന്നേ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ആരെല്ലാം എന്തെല്ലാം ആണല്ലേ പറയുന്നത്, എന്തൊക്കെ വിളിച്ച് പറയും, അതുപോലെ അഹങ്കാരം കാണിക്കും. നമ്മുടെ പ്രവൃത്തികളെല്ലാം ഭയങ്കര മോശമായിരിക്കും. കാരണം നമുക്ക് ഒരു അഹങ്കാരമാണ്, നമുക്ക് എന്തിനും പറ്റും, എന്തും പറയാം, മറ്റുള്ളവരെ എന്തും ചെയ്യാം, അങ്ങനെയൊക്കെ. പക്ഷേ നമ്മളൊന്ന് കിടന്നു പോകുമ്പോഴുണ്ടല്ലോ, ശരിക്കും നമ്മൾ ഒന്നും അല്ലാതാവും. കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ ആ ഒരു അഹങ്കാരമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് പണ്ടൊക്കെ എന്നോട് അച്ഛൻ ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ പറയുമായിരുന്നു, ഒരുപാട് അഹങ്കാരം തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണമെന്ന്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പം മനസ്സിലാവും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. വളരെ ശരിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ മുറിയോ അല്ലെങ്കിൽ കാല് മുറിയോ, ചെറിയ എന്തെങ്കിലും മതി, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് ആരോഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെയൊക്കെ എന്തൊക്കെ പറയുമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഈ പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ബെഡിൽ തന്നെ ഒരേ കിടപ്പായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നുപോയി. അനാവശ്യമായിട്ടെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ആരെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം പറയും, നമ്മൾ എന്തൊക്കെ അഹങ്കാരമായിട്ടുള്ള രീതിയിൽ വർത്തമാനങ്ങൾ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഒന്ന് കിടന്നെടുത്തു നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഒരാളിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് പറ്റില്ല. മനുഷ്യരുടെ പൊതുവേ ഉള്ളൊരു വിചാരം അങ്ങനെയാണ്, നമുക്ക് എന്തും സാധിക്കാം, എന്തും നമുക്ക് നേടാം, എന്നും നമ്മുടെ ആരോഗ്യം ഇങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ ആരോഗ്യം എപ്പോൾ വേണമെങ്കിലും ഇതായി പോവാവുന്നത് ഒന്നാണ്. അപ്പോൾ നമ്മളാരും അങ്ങനെ അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പഠിച്ചൊരു പാഠമെന്ന് പറയുന്നത്. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമുക്ക് ഒരു ആളിൻ്റെ സഹായം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതിപ്പോൾ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും അമ്മയോ അച്ഛനോ ആരാണെങ്കിലും, അത് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് നമ്മളിതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും കുടുംബത്തിലുണ്ടെങ്കിലും ചിലർക്കാണെങ്കിൽ ആരെയും സഹായം കിട്ടത്തില്ല. ചിലപ്പോൾ കൂട്ടുകുടുംബമായിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്കും ഇതുപോലത്തെ അവസ്ഥ നേരിടുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഞങ്ങളെപ്പോലെ ഇങ്ങനെ പുറത്ത് താമസിക്കുന്നവർക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ഒരു വിഷമം തോന്നാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ടൈമിൽ നമ്മൾ എത്രയൊക്കെ നമ്മുടെ മനസ്സിനെ മാക്സിമം പോസിറ്റീവാക്കി വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിലൊരു വിങ്ങലാണ് കേട്ടോ. എനിക്കങ്ങനെയാണ്, എൻ്റെ ഫീലിംഗാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു പഴയ ഒരു എനർജിയും കാര്യങ്ങളൊന്നും തിരിച്ച് കിട്ടത്തില്ല പെട്ടെന്നൊന്നും. അസുഖങ്ങൾ വരുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ് നമ്മൾ നോർമലാവുമല്ലോ. അതായത് നമ്മുടെ ലൈഫ് എന്നും ഒരുപോലെ ഇരിക്കില്ല. നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം ഉള്ളിൽ, നമ്മുടെ ലൈഫ് പഴയതുപോലെ ആവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതും. അപ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, ഒരിക്കലും എനിക്കിനി പഴയതുപോലെ ഓടിച്ചാടി ജോലികൾ ചെയ്യാൻ പറ്റില്ല, എനിക്കിനി പഴയതുപോലെ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഓവർ തിങ്കിങ്ങും കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം നോർമലായപ്പോഴത്തേക്കും ശരിക്കും ദൈവത്തോട് നന്ദി പറയാനാണ് തോന്നുന്നത്. എത്രയായാലും നമുക്കൊരു അനുഭവം വരുമ്പോൾ നമ്മളത് അനുഭവിക്കുന്നവർക്ക് അതൊരു അനുഭവം തന്നെയാണ്. പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, ഒരു ചെറിയൊരു പനി വന്നതിനാണ് ഇത്രയും ഡയലോഗ് അടിക്കുന്നതെന്ന്. പക്ഷേ അല്ല കേട്ടോ, അങ്ങനെയല്ല. പനിയാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവരവർക്ക് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയായിരുന്നു ഞാനിങ്ങനെ പെട്ടെന്ന് കടന്നു പോയപ്പോൾ. അപ്പോൾ ഇനി ഒരിക്കലും എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈക്കും കാലിനും ഒന്നും ഒരു ശക്തി ഇല്ലാത്തതുപോലെയും, വിരലിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു വേദനയും കാര്യങ്ങളൊക്കെ, എനിക്കൊരു പാത്രം പോലും എടുത്ത് വെക്കാനായിട്ട് പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ.
അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, അയ്യോ എനിക്കിനി ഒരിക്കലും പഴയതുപോലെ എൻ്റെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലായിരിക്കും എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുതെന്നൊക്കെ, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ എത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും കേട്ടോ. നമ്മൾ ഏത് അസുഖമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരം എത്തണമെന്നില്ല. അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പം എല്ലാം മാറി നല്ല ഓക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പെർഫെക്റ്റ് ഓക്കെയാണ്. അങ്ങനെ വേറെ ഒരു പ്രശ്നവുമില്ല. എന്തായാലും ദൈവത്തോട് നന്ദിയുണ്ട്, പിന്നെ അതുപോലെ നിങ്ങളോടും നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ തന്നെ നിർത്തണമെന്നൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. എനിക്ക് ഇനി അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കണ്ട, ചാനൽ മതിയാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞു, സൂര്യ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും എന്നെ കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. എന്നോട് പറഞ്ഞത്, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ചാനൽ ഈ ഒരു ലെവലിൽ നിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് എത്തിച്ചിട്ട് ഈ ഒരു ചെറിയൊരു പനി വന്നപ്പോഴാണോ വേണ്ടാന്ന് വയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ശരീരം നമ്മുടെ നമ്മുടെ രീതിക്ക് നിൽക്കാതെ വരുമ്പോൾ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോവും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. പക്ഷെ അതൊരു നല്ല സ്വഭാവം അല്ലയെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളും എന്നെപ്പോലെയൊക്കെ ആണോ ചിന്തിക്കാറുള്ളത്? അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തകർന്നു പോകുന്നവരാണോ നിങ്ങൾ? മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാത്തതെല്ലാം പെറുക്കി കളഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളതൊക്കെ കിച്ചണിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 വലിയ ബക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തൊന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളം ആയി നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ചിട്ട്. പിന്നെ എനിക്ക് പനി വന്ന സമയത്ത് പീരിയഡ്സും കൂടെ ആയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേക്കും പറയുകയും വേണ്ട, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു മാനസികമായിട്ടൊരു സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാം ഓക്കെ ആയി. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്ക് ടു ലൈഫ് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.